ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ട്രയാങ്കുലാരിസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. നമുക്ക് ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലാന്റാണ്. നമ്മൾ പല സ്ഥലത്തും ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നലെ നമ്മളൊരു നഴ്സറിയിൽ പോയപ്പോൾ അവിടുന്ന് കുറച്ച് റേറ്റ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്കിതിനൊന്ന് റീപോർട്ട് ചെയ്യണം, നമ്മുടെ പോട്ടിലേക്ക് മാറ്റി നട്ടു കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നും അതിനെന്തൊക്കെ പോട്ടി മിക്സാണ് നമ്മൾ നോക്കുന്നതൊക്കെ കാണിച്ചു തരാം. ഒരുപാട് മെയിൻ്റനൻസ് ഒന്നും വേണ്ടാത്തൊരു ചെടിയാണ്. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നല്ലൊരു ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ ഈ ചെടിയെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പോട്ടിലോ അല്ലാതെ നിലത്തൊക്കെ എങ്ങനെ വേണമെങ്കിലും നട്ടു കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു പോട്ടിൽ വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കാനും മറക്കരുത്. ഷെയ്ഡുള്ള ഏരിയയിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു ഈ ഒരു കളർ ഷെയ്ഡൊന്നും നമുക്ക് അത്ര ഭംഗിയിൽ കിട്ടുന്നതല്ല. നല്ലൊരു ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റിൽ വെച്ച് കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഈ വെറിഗേറ്റഡ് ആയിട്ടുള്ള ലീവ്സൊക്കെ കിട്ടുള്ളൂ. ഇതിൻ്റെ പേര് പോലെ തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിന് ട്രയാങ്കുലാരിസ് എന്നുള്ളൊരു പേര് വന്നത്. ഏകദേശം നമ്മുടെ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സൊക്കെ കണ്ടിട്ട് റബ്ബർ പ്ലാന്റുമായിട്ട് നമുക്കൊരു സാമ്യം തോന്നുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഒരു റബ്ബർ പ്ലാന്റ് ഉണ്ട്, വെറിഗേറ്റഡ് ആയിട്ട് 2 കളറ് വരുന്നത്. അപ്പോൾ അത് അതുപോലെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മേടിച്ചതാണ്. നല്ലൊരു ഇലകൾക്കൊക്കെ ഭംഗിയുള്ളത് കൊണ്ട് തന്നെ നമ്മളെ ഗാർഡനെ മനോഹരമാക്കിയിട്ട് വെക്കാൻ പറ്റും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ബുഷി പ്ലാന്റൊക്കെ വളർത്തുന്ന പോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെട്ടിക്കുളർത്ത് നല്ല ആകൃതിയിലൊക്കെ ആക്കി വെക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് റീപോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോട്ടൊന്ന് കാണിച്ചു തരാം. പോരാ, ഈ ഒരു പോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പോട്ട് തന്നെയാണ്. നമ്മൾ വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോട്ടിലേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇനി പോട്ടി മിക്സ് എന്തൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത് നോക്കാം. സാധാരണയായിട്ട് നമ്മൾ ഗാർഡനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓവർ വളപ്രയോഗമൊന്നും ഇല്ലെങ്കിലും ഈ ചെടി ഹെൽത്തി ആയിട്ട് വളരുന്നതാണ് പറഞ്ഞത്. നമ്മളെ ഗാർഡനിങ് സോയിലിൻ്റെ കൂടെ കുറച്ച് ഉണക്കച്ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പോട്ടി മിക്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം വെള്ളം വാർന്നു പോകുന്ന ഒരു മണ്ണിൽ തന്നെ പ്ലേസ് ചെയ്യുക. പോട്ട് എടുക്കുന്ന നേരത്ത് നമ്മൾ ഹോളുകൾ ഉണ്ടാക്കാൻ മറക്കരുത്. വെള്ളം കെട്ടിക്കിടന്നാലൊക്കെ ഈ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് നമ്മളെ പോട്ടി മിക്സ് ആഡ് ചെയ്തതിന് ശേഷം ഈ ഒരു കവറിൽ നിന്ന് നമ്മളെ ചെടി മാറ്റിയെടുക്കണം. നമ്മൾ പോട്ടിൻ്റെ ബേസിൽ ആദ്യം കുറച്ച് നമ്മുടെ പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ പോട്ട് ചെടി വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി മണ്ണും കൂടി ഇട്ടാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രോ ബാഗ് കീറി കൊടുത്തിട്ട് ചെടി സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഓൾറെഡി ഉള്ള മണ്ണ് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വേണം നമ്മളെ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ലോണം വേരുകളൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. കുറച്ചും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോകാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അത്യാവശ്യം മണ്ണ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള വേരുകളൊക്കെ താഴത്തേക്ക് വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ പോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗത്തും കൂടി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഇത് നല്ല ഹൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വളർത്തിയെടുക്കാം, ഇല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ഷേപ്പാക്കിയിട്ട് അങ്ങനെയും വേണമെങ്കിൽ വളർത്തി കൊടുക്കാവുന്നതാണ്. ഇത് മുറ്റത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല വലിയ മരമായിട്ടൊക്കെ വളർന്ന് കിട്ടാറുണ്ട്. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഈ പ്ലാന്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാവുന്നതാണ്. നല്ലൊരു ഔട്ട്ഡോർ പ്ലാന്റാണ്. ഇൻഡോറിൽ പ്ലാന്റ് പൊതുവെ വെച്ച് കൊടുക്കാറില്ല, കാരണം നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഇലേൻ്റെ ഈ വെറൈറ്റിയൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പോട്ട് ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് ദിവസം ഒന്ന് ഒരു ഷെയ്ഡുള്ള ഏരിയയിൽ വെക്കാം. എന്നിട്ട് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് വെച്ചാൽ ആ ഒരു ഏരിയയിലേക്ക് നല്ല വെയിലുള്ള ഏരിയയിലൊന്ന് സ്പോട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളെ ഡെക്കറേറ്റീവ് പ്ലാന്റ് എന്ന രീതിയിൽ ഇതൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഒരുപാട് പ്ലാന്റ് അധികം വലിപ്പം വെക്കാതെ ബുഷിയായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു റോ പോലെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ റബ്ബർ പ്ലാന്റ് ഒന്ന് നമ്മൾ ഈ കൂട്ടത്തിലൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ റബ്ബർ പ്ലാന്റ്. ഇത് നമ്മൾ ഇതുപോലെ ഒരു നഴ്സറിയിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. വേറൊരു പോട്ടിലേക്കൊക്കെ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. മേടിച്ചതിന് ശേഷം ഒരു 3-4 ലീഫുകളൊക്കെ വന്നിട്ടുണ്ട്. വെറിഗേറ്റഡ് ആയിട്ടുള്ള 2 കളർ വേരിയേഷൻസിലുള്ള പ്ലാന്റാണ്. ഇതും അതുപോലെ തന്നെ ഈ ഒരു ട്രയാങ്കുലാരിസിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന വേറൊരു ചെടിയാണ്. നല്ലൊരു റൗണ്ട് ഓവൽ ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫുകളൊക്കെ വരുന്നത്. മൊത്തം ഗ്രീൻ കളറിൽ തന്നെയാണ് ലീഫുകളൊക്കെ ഉള്ളത്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ
പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ട്രയാങ്കുലേറ്റീസ് വിഭാഗത്തിൽപ്പെട്ട ഈ ചെടിയുടെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.